ഹായ് ഹലോ. ഇത് ക്രിസ്മസ് മോർണിംഗ് ആണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, കരളുണ്ട്, പിന്നെ എന്നിട്ടാണ് പഴം, പിന്നെ എന്താണ് വെള്ളയപ്പം കണ്ടോ, നല്ല അടിപൊളി വെള്ളയപ്പമായിരുന്നു കേട്ടോ. വെള്ളയപ്പമുണ്ട്, പിന്നെ ബ്രെഡുണ്ട്, പിന്നെ സ്റ്റൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ക്രിസ്മസിൻ്റെ രാവിലത്തെ പരിപാടികൾ. നല്ല അടിപൊളി സ്റ്റൂ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ അത് കഴിഞ്ഞ് റോഡ് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഫോറം മാളിൽ പോയി. ഫോറം മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് വീട്ടിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഒരു ചക്ക ഉണ്ടായിരുന്നു അവിടെ, ആയൂർ ചക്ക അങ്ങനെ എന്തോ. ഞാനത് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനത് കഴിക്കണം കേട്ടോ. അടിപൊളി ചക്കയായിരുന്നേ, ഒന്നും പറയാനില്ല, നല്ല മധുരമായിരുന്നു. എനിക്ക് വയ്യായിരുന്നു അന്ന് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ചക്ക കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എൻ്റെ വയ്യായികയുടെ ഒരു നിമിഷത്തേക്ക് മാറിയിരുന്നു കേട്ടോ. അയ്യോ, അത്രയും വലിയൊരു ചക്കപ്രാന്തിയാണ് ഞാൻ. എന്തൊരു മധുരമായിരുന്നു ഈ ചക്കയ്ക്ക്, ഇങ്ങനെ വായിലൂറും. ഞാൻ വിചാരിക്കണമായിരുന്നേ, അയ്യോ ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റൂലല്ലോ, പിള്ളേർക്കൊക്കെ കൊടുക്കണ്ടേന്ന്. സാധാരണ ഇപ്പോൾ ഉള്ള പിള്ളേരൊന്നും ചക്ക കഴിക്കാറില്ല, പക്ഷെ എൻ്റെ മക്കളുണ്ടല്ലോ ചക്കപ്രാന്തന്മാരാണ്. അത്രയും ഇഷ്ടമാണ് ചക്കയ്ക്ക്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരൊക്കെ സൈഡിലേക്ക് നീങ്ങി നിൽക്കണേ കേട്ടോ, ചക്കയിൽ വന്ന് കൈയിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ചക്കച്ചോള കഴിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് തരാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മുറിച്ച് കൊടുക്കണം. ചക്കക്കുരുവൊക്കെ കളഞ്ഞ് മാറ്റിയിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവർക്ക് ആ ചക്കയുടെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് വേദന വരുമല്ലോ. അപ്പോൾ പിള്ളേർ പറഞ്ഞു, മതിയമ്മേ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാ, ഞാൻ തരാട്ടാടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറൊരു കുറച്ചധികം ഫ്രൂട്ട്സ് വാങ്ങിയായിരുന്നു. ഇപ്പോൾ ഈ മാങ്ങ, റെഡ് കളറിലെ മാങ്ങ, ഇതെപ്പോൾ പോകുമ്പോഴും ഞാൻ ഏട്ടനോട് പറയട്ടെ മേടിക്കാമെന്ന്. അപ്പോൾ ഓരോരോ പരീക്ഷിക്കാനായിട്ട് എപ്പോഴും ഓരോരോ മാങ്ങയൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉള്ളപ്പോൾ അത് മേടിക്കും. ഇത്തവണ ഞങ്ങൾ ഈ മാങ്ങ പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയിട്ടാണ്. ഇതൊരു 3 400 രൂപയായിട്ടാണ് ഇതിൻ്റെ റേറ്റ്. അടിപൊളി മാങ്ങയുടെ, ഇത് ഇമ്പോർട്ടഡ് ആണ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളും റെഡായിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ യെല്ലോ കളർ തന്നെയാണ്. അയ്യോ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കണ മാങ്ങയുടെ ഉള്ളിൽ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതുണ്ടല്ലോ നല്ല സ്വീറ്റും നല്ല നീരൊക്കെ ഉള്ള നല്ല അടിപൊളി മാങ്ങ. എന്തൊരു ടേസ്റ്റാന്ന് ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റായിരുന്നു ഈ മാങ്ങ. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ഇത് കഴിക്കാൻ പറ്റിയത് കേട്ടോ. ഒരു അടിപൊളി സാധനം. നിങ്ങളൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.